പാലക്കാട്ടെ പോരാട്ടച്ചൂടിന്റെ നേർസാക്ഷ്യമായി 24 ചീഫ് എഡിറ്റർ ആർ ശ്രീകണ്ഠൻ നായർ നടത്തിയ തെരഞ്ഞെടുപ്പ് സംവാദ പരിപാടി അടർക്കളം. സന്ദീപ് വാര്യരുടെ കോൺഗ്രസ് പ്രവേശം, പാലക്കാട് ട്രോളി വിവാദമടക്കം രാഷ്ട്രീയ വികസന പ്രശ്നങ്ങൾ ചർച്ചയായി. കഴിഞ്ഞ കുറച്ച് ദിവസങ്ങൾക്ക് മുമ്പ് ഞാൻ പാലക്കാട് വന്നിരുന്നു. എന്നാൽ ആ പാലക്കാടിനേക്കാളും പാലക്കാട് ഒരുപാട് മാറിയിരിക്കുന്നു. വളരെ വാശിയേറിയ പോരാട്ടം നടക്കുന്നുവെന്ന് മാത്രമല്ല, അടിയൊഴുക്കുകളും ഒക്കെ വന്നിരിക്കുന്നു. ഇന്ന് സന്ദീപ് വാര്യർ കൂടി കോൺഗ്രസിലേക്ക് ചേക്കേറിയതുമൊക്കെ പാലക്കാട്ടെ പുതിയ വാർത്തയാണ്. ഫ്ലവേഴ്സ് 24 കൽപ്പാത്തി എക്സ്പോ വേദിയിൽ അടർക്കളവുമായി SK എത്തിയപ്പോൾ പോരാട്ടച്ചൂട് ഇരട്ടിയായി. LDF-നായി രാജ്യസഭാംഗം A റഹീമും കോൺഗ്രസിനായി ജ്യോതികുമാർ ചാമക്കാലയും വാദിച്ചപ്പോൾ BJP-ക്കായി എത്തിയത് B ഗോപാലകൃഷ്ണൻ. ചർച്ച തുടങ്ങിയത് തന്നെ സന്ദീപ് വാര്യരെ ചുറ്റിപ്പറ്റി. ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം സന്ദീപ് വാര്യർ ആരാന്ന് ഞങ്ങൾക്കറിയാം. ഈ സാധാരണ ഭാഷ പറഞ്ഞ ഞങ്ങളൊരു ചീകളായിട്ടാണ് കണ്ടിട്ടുള്ളത്. ചർച്ച കൊടുമ്പിരി കൊണ്ടപ്പോൾ ചോദ്യശരങ്ങളായി. ഈ നാട്ടിൽ മതരാഷ്ട്രവാദം ഉന്നയിക്കുന്ന RSS, SDPI, ജമാഅത്തെ ഇസ്ലാമി ഉൾപ്പെടെയുള്ള സംഘടനകളുണ്ട്. ഈ ജമാഅത്തെ ഇസ്ലാമിയുടെയും SDPIയുടെയും RSSന്റെയും വർഗീയവാദികളുടെ വോട്ട് ഞങ്ങൾക്ക് വേണ്ട എന്ന് പരസ്യമായി തള്ളിപ്പറയാൻ രണ്ട് ജനാധിപത്യ കക്ഷികൾ എന്നുള്ള നിലയ്ക്ക് UDFന്റെ പ്രതിനിധിക്കും LDFന്റെ പ്രതിനിധിയും തയ്യാറുണ്ടോ? 1000 വട്ടം പറയുന്നു, SDPIയുടെ വോട്ട് ഞങ്ങൾക്ക് വേണ്ട, RSSന്റെ വോട്ട് ഞങ്ങൾക്ക് വേണ്ട. SDPI നാടിനെ തകർക്കുന്നവരാണ്, നാട്ടിൽ മതരാഷ്ട്രവാദം ഉയർത്തുന്നവരാണ്. ഞങ്ങളുടെ നേതാക്കന്മാർ ഇന്നും പത്രസമ്മേളനം നടത്തി അതിനെ സംബന്ധിച്ച് വ്യക്തമായി പറഞ്ഞിട്ടുണ്ട്. നിങ്ങൾ പത്രം വായിക്കുന്നില്ലെങ്കിൽ, നിങ്ങൾ ചാനൽ കാണുന്നില്ലെങ്കിൽ എനിക്ക് നിങ്ങളോട് സഹതാപം മാത്രമേ ഉള്ളൂ. സാറിന്റെ അടുത്ത് ഞങ്ങൾ നിരവധി തവണയായി ചോദിക്കുകയാണ്, സാറെ പോലെ ഇത്രയും സമുന്നതനായ ഒരു നേതാവിന്റെ കയ്യിൽ നിന്ന് ആ വായിൽ നിന്ന് ഒരു മറുപടി കേൾക്കാനുള്ള ആഗ്രഹം കൊണ്ടാണ് സാർ. മത്സരം UDF-ഉം LDF-ഉം തമ്മിലെന്ന് A റഹീം വാദിച്ചു. LDF വട്ടിയൂർക്കാവ് ആവർത്തിക്കുമെന്നായിരുന്നു റഹീമിന്റെ അവകാശവാദം. ആ വട്ടിയൂർക്കാവിൽ 3ാം സ്ഥാനത്ത് നിന്ന് നമ്മൾ 1ാം സ്ഥാനത്തെത്തിയെങ്കിൽ ഒരു സംശയവുമില്ല, ഈ 23-ന് 3-ൽ നിന്ന് 1-ലേക്ക് എത്തും. പാലക്കാട്ടെ മറ്റു വികസന പ്രശ്നങ്ങളും അടർക്കളത്തിൽ ചർച്ചയായി. നന്ദി. അടർക്കളം അവസാനിക്കുകയാണ്. നാളെ ഹാഷ്മി താജ് ഇബ്രാഹിം നയിക്കുന്ന അടർക്കളം ചർച്ച എക്സ്പോ വീതിയിൽ വൈകിട്ട് 6 മണിക്ക് നടക്കും. ടീം 24 പാലക്കാട്.